ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായി എല്ലാവരും കാണപ്പെടുന്ന മത്സരം. രണ്ട് ടീമും ശക്തരാണ്, ഒരു സംശയവും വേണ്ട. അതിൽ ഫ്രാൻസിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഏറ്റവും ശക്തർ, ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും ശക്തരായ ടീം ഫ്രാൻസാണ് നിലവിൽ. ഫ്രാൻസിൻ്റെ പെർഫോമൻസും അങ്ങനെ തന്നെയാണ്. അവരുടെ അറ്റാക്കിങ് അത് എടുത്തു പറയണം. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ടീമിൽ നിങ്ങൾക്ക് മുൻപിൽ ഫ്രാൻസിനെ കാണാം. 14 ഗോളുകൾ, അതിൽ പകുതിയും അടിച്ചത് അവരുടെ സ്റ്റാർ പ്ലെയർ, സ്റ്റാർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ. പിന്നെ കൂടെയുള്ള ഡെംബെലെ ആയിക്കോട്ടെ, ഒളീസെ ആയിക്കോട്ടെ, ബാർക്കോള ആയിക്കോട്ടെ, ഡു ആയിക്കോട്ടെ, എല്ലാവരും മികച്ച ഫോമിലും. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഫ്രാൻസിൻ്റെ അറ്റാക്കിനെ പറയുമ്പോൾ നമ്മൾ ഫ്രാൻസിൻ്റെ ഡിഫൻസിനെ മറന്നു പോകുന്നുണ്ട്. അത് അണ്ടർ റേറ്റഡായി നിൽക്കുകയാണ്. 5 മത്സരത്തിൽ നിന്ന് 2 ഗോളുകളാണ് ഫ്രാൻസ് ആകെ വഴങ്ങിയത്. അതിൽ തന്നെ നോക്കൌട്ട് സ്റ്റേജിൽ ഒരൊറ്റ ഗോൾ പോലും വാങ്ങിയിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നെ ഫ്രാൻസിനെ പലരും 2002 ബ്രസീലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത്, അതായത് ഡ്രീം ടീം, തോൽപ്പിക്കാൻ പറ്റാത്ത ടീമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യത ഫ്രാൻസിനാണ്. തുടർച്ചയായി 3ാമത്തെ വേൾഡ് കപ്പിൻ്റെ സെമിഫൈനൽ കളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഫ്രാൻസ് വരുന്നത്. മറുഭാഗത്ത് മൊറോക്കോ നിസ്സാരക്കാരല്ല. ഫ്രാൻസ് പേടിക്കുന്നത് മൊറോക്കോയുടെ ഒരു റെക്കോർഡായിരിക്കും. തുടർച്ചയായി 34-35 മത്സരം മൊറോക്കോ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആ റെക്കോർഡ് ഫ്രാൻസ് നന്നായിട്ട് ഭയക്കുന്നുണ്ട്. പിന്നെ മൊറോക്കോയുടെ കൗണ്ടർ അറ്റാക്കിൻ്റെ മൂർച്ച, അത് വളരെ മൂർച്ചയേറിയതാണെന്ന് പല ടീമുകളും മനസ്സിലാക്കിയതാണ്. അതാണ് ഫ്രാൻസ് തടഞ്ഞു വെക്കേണ്ടത്. മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ രാജ്യം തുടർച്ചയായി ക്വാർട്ടർ ഫൈനൽ കളിക്കുന്നത്. മൊറോക്കോയുടെ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച റണ്ണായിരുന്നു 2022 വേൾഡ് കപ്പ്. സാക്ഷാൽ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ വരെ പുറത്താക്കി മുന്നോട്ട് പോയതാണ്. അവരെ പുറത്താക്കിയത് ഫ്രാൻസാണ്. ഇവർക്ക് റിവെഞ്ച് എടുക്കാനുള്ള അവസരമാണ്. ആ ഫ്രാൻസിനെ പുറത്താക്കി സെമിയിൽ കിടക്കുക, മുന്നോട്ട് പോവുക എന്നത്. എന്തായാലും നല്ല മത്സരമായിരിക്കും. 2 ടീമും കട്ടക്കാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ മത്സരം മികച്ച മത്സരമായിരിക്കും. നിങ്ങൾ ആരുടെ കൂടെ? 2 ടീമും കട്ടക്കാണ്.